നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഓടിപ്പോകാൻ ഇടമില്ല. ഖാൻ യൂനൂസ് തരിപ്പണമായിട്ടുണ്ട്. ഇസ്രയേൽ ടാങ്കുകൾ റഫയിലേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട്. തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യൂനൂസിൽ കനത്ത ആക്രമണമാണ് രണ്ടാഴ്ച പിന്നിടുമ്പോൾ. ഇസ്രയേൽ ടാങ്കുകൾ ഉടൻ റഫയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമാകുന്നുമുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് ഭൂരിഭാഗം ഗാസക്കാരും അഭയം തേടിയ ഈജിപ്ഷ്യൻ അതിർത്തിയോടടുത്ത് തെക്കൻ ഗാസയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതിനിടെ ഗാസ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന പ്രഷർ കുക്കർ പോലെ ആയിട്ടുണ്ടെന്നാണ് ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ. ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫയിൽ ദുരിതം സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ഖാൻ യൂനൂസിന് ശേഷം റഫയാണ് അടുത്ത ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രസ്താവിച്ചിരുന്നു. പട്ടിണിക്ക് പുറമെ മഞ്ഞുകാലവും ശക്തമായതോടെ റഫയിലെ താൽക്കാലിക കൂടാരങ്ങളിൽ സ്ഥിതി അതീവ ദയനീയമായിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ധനസഹായം നിർത്തിയതോടെ UN ഏജൻസികളുടെ പ്രവർത്തനവും മന്ദീഭവിച്ചു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 148 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇതുവരെ 27,131 പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളിലടക്കം ബോംബിട്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം 120 ദിവസം പിന്നിടുമ്പോഴും ഇസ്രയേൽ ലക്ഷ്യമിട്ട ഒന്നും അവർക്ക് നേടാനായിട്ടില്ല എന്ന് ഹമാസ് പറയുന്നു. ഇത് ഞങ്ങളുടെ വിജയമെന്ന് കൊട്ടിഘോഷിക്കുകയാണ് ഹമാസ് ഭീകരർ. 2006-ൽ ഹമാസ് അധികാരത്തിലെത്തിയതു മുതലാണ് ഇസ്രയേലും സഖ്യകക്ഷികളും ഗാസയ്ക്ക് നേരെ ഉപരോധം ശക്തിപ്പെടുത്തിയത്. കടുത്ത ഉപരോധം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഗാസയിലെ ജനങ്ങൾ ഹമാസിനെതിരാകുമെന്നായിരുന്നു ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഉപരോധം 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഹമാസിന്റെ ജനപ്രീതിക്ക് ഒരു പോറലും ഏൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്ന് വാദമുറുകുന്നു. നിലവിലെ സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഭരണം നടത്തുന്ന അൽ ഹത്തഫ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടിയായ PFLP പോലും ഇപ്പോഴും ഹമാസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇതും ശ്രദ്ധേയമായ വസ്തുതയാണ്. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ പരസ്യമായ പ്രതിഷേധം നടക്കുമ്പോൾ പലസ്തീനിൽ ഈ ഐക്യം ലോകം കാണുന്നത്. ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന 100 കണക്കിന് പലസ്തീനികളെ വിട്ടുകിട്ടുക എന്നത് ഹമാസിന്റെ മാത്രം ആവശ്യമല്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. തടവിൽ കഴിയുന്നവരിൽ ഗാസയിൽ നിന്നുള്ളവർ വളരെ വിരളമാണ്. ഇതിൽ ഭൂരിഭാഗം പലസ്തീനികളെയും ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തത് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലി ബന്ദികളെ വെച്ച് ഹമാസ് നടത്തുന്ന വിലപേശലിന്റെ പ്രധാന ഗുണഭോക്താക്കൾ അൽ ഫതഹ് കൂടിയാണ്. ഹമാസിന് പലസ്തീൻ ജനത നൽകുന്ന പിന്തുണ ഗാസയുടെ അതിജീവനത്തിൽ പ്രധാന ഘടകമാണ്. അതേസമയം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ തെക്കൻ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ സയ്യിദ് അലിദാദി കൊല്ലപ്പെട്ടു. സിറിയയിൽ സൈനിക ഉപദേഷ്ടാവായ ഉദ്യോഗസ്ഥന്റെ പദവി ഇറാൻ വെളിപ്പെടുത്തിയില്ല. ഡമാസ്കസിലെ മസീഹ് മേഖലയിൽ കഴിഞ്ഞ മാസം ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ 4 സൈനിക ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്.